ബാബറി മസ്ജിദ് വിഷയം വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ഈ വർഷം ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർത്തിട്ട് 33 വർഷം തികയുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു മുറിവായി പലരും ഇപ്പോഴും കാണുന്ന ഒരു അധ്യായമാണിത്. ഒരു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആർക്കിയോളജിക്കൽ തെളിവുകളെ ആശ്രയിച്ച് സുപ്രീം കോടതി തർക്കഭൂമി രാമക്ഷേത്രത്തിനായി വിട്ടുകൊടുത്തു. ഈ വിധി ഒരു വലിയ ഭൂരിപക്ഷം ആഘോഷിച്ചെങ്കിലും കുറച്ചു പേർക്ക് കടുത്ത ദുഃഖമുണ്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി മോദി ഈ കോടതി വിധിയെ 140 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള നിമിഷമായി പ്രഖ്യാപിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ഹാൻഡിലുകളിൽ വിയോജിപ്പിന്റെ ശബ്ദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിലൊക്കെ ഞാൻ ആ 140 കോടിയിൽ പെടുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിനിടെ കേരളത്തിൽ പോലും വിവാദങ്ങൾ അലയടിച്ചിരുന്നു. മൊത്തത്തിൽ ബാബറി മസ്ജിദ് എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തൊരു അസ്വസ്ഥത ഉടലെടുക്കാറുണ്ട്. ഇപ്പോ ബാബറി മസ്ജിദ് വിഷയം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ പക്ഷേ UP-യിലല്ല, പശ്ചിമ ബംഗാളിലാണെന്ന് മാത്രം. തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീർ മുർഷിദാബാദിലെ ബെൽഡംഗയിൽ ഒരു പുതിയ ബാബറി മസ്ജിദിന് ഡിസംബർ 6-ന് തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിർമ്മാണം ഏകദേശം 3 വർഷമെടുക്കുമെന്നും ചടങ്ങിൽ ഇന്ത്യയിലെമ്പാടുമുള്ള മുസ്ലിം നേതാക്കൾ, അതിൽ മദീനയിൽ നിന്നുള്ള ഒരു ഇമാമിനെ വരെ പങ്കെടുപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഏകദേശം 2 ലക്ഷത്തോളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ കബീറിന്റെ ഈ പദ്ധതി കടുത്ത രാഷ്ട്രീയ എതിർപ്പുകൾക്ക് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. BJP അദ്ദേഹത്തെ മതപ്രീണനം നടത്തുന്നു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പദ്ധതിയെ രാജ്യവിരുദ്ധ ഗൂഢാലോചന എന്ന് വിളിക്കുന്നു. ഒരു പള്ളിക്ക് ബാബറിന്റെ പേര് നൽകുന്നത് കടുത്ത പ്രകോപനപരമാണെന്നാണ് VHP-യുടെ വാദം. ഈ ബാബറി മസ്ജിദ് പദ്ധതി ഇതാദ്യമായിട്ടല്ല ഈ TMC തൃണമൂൽ കോൺഗ്രസ് MLA മുന്നോട്ട് വയ്ക്കുന്നത്. മസ്ജിദ് തകർത്തത് ഒരു ഗൂഢാലോചന ആയിരുന്നെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. 1992 മുതൽ എല്ലാ വർഷവും ഡിസംബർ 6 അദ്ദേഹം കറുത്ത ദിനം ആയിട്ടാണ് ആചരിക്കുന്നത് അത്രേ. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ബാബറി മസ്ജിദ് വിഷയം ബംഗാളിൽ ഒരു പുതിയ രാഷ്ട്രീയ മതപരമായ തീവ്ര വികാരമായി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് BJP അല്ല, മമതാ ബാനർജിയുടെ പാർട്ടിയാണെന്ന കാര്യത്തിൽ അത്ഭുതമില്ല. SIR പ്രക്രിയയിലൂടെ അനധികൃതമായി കുടിയേറിയ ദശലക്ഷക്കണക്കിന് ബംഗ്ലാദേശ്, മ്യാൻമാർ മുസ്ലിങ്ങൾ രാജ്യത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഈ വേളയിൽ വോട്ട് ബാങ്ക് ചോരുന്നത് കണ്ട് പകച്ചു നിൽക്കുന്ന മമതാ ബാനർജിയുടെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള ഒരു 19ാമത്തെ അടവായിട്ടാണ് BJP നേതാക്കൾ ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.